നമസ്കാരം. പ്രധാന വാർത്തകൾ. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തിയത്. പുനേർകുളം ചമ്മന്നൂർ മാഞ്ചിറ പാലത്തിന്റെ അരികിടിഞ്ഞതിനെ തുടർന്ന് വടുതല ആറ്റുപുറം PWD റോഡിൽ ഭാഗികമായി വാഹന ഗതാഗതം നിരോധിച്ചതായി അധികൃതർ. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്കില്ല. വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുൻസാഫറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബിക് അധ്യാപകനും ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയിലുള്ള പ്രതി 7ഓളം ആൺകുട്ടികളെയാണ് പീഡനത്തിനിരയാക്കിയത്. വാർത്തകൾ വിശദമായി. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. മണ്ടംപറമ്പ് പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 5 ഫാമുകളിലെ 300-ൽ-അധികം പന്നികളെയാണ് കൊന്നൊടുക്കുന്നത്. എപ്പിഡമിക് പ്രോട്ടോകോൾ പ്രകാരം RRT പ്രവർത്തകരാണ് പന്നികളെ വധിക്കുന്നത്. ഇതിനുശേഷം ഫാമുകളിൽ തന്നെ സംസ്കരിക്കും. ഇന്ന് തന്നെ നടപടി പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നമ്മുടെ രവിയുടെ ഫാമാണ് നമ്മൾ തുടക്കത്തിൽ. ഇവിടെ നിന്നാണ് നമുക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഈ 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്കൊരു 4 ഫാമുകളും ഉണ്ട്. 4 ഫാമിലൂടെ ഏകദേശം 300 മുതൽ 400 വരെ കാണാവുന്നതാണ്, ആനിമൽസ് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മൊത്തം ആനിമൽസിനെയും കള്ള് ചെയ്ത് മറവ് ചെയ്ത് അത് സാനിറ്റേഷൻ ചെയ്തിട്ടാണ്. ചൊവ്വാഴ്ചയാണ് മണ്ടംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രത്യേകം യോഗം ചേർന്ന് നടപടികൾക്ക് തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം 1500-ലധികം പന്നികളെ ദയാവധത്തിന് ഇരയാക്കിയിരുന്നു. കുന്നംകുളം അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ സുബിൻ കോലാടി, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അനീഷ് രാജ്, ഡോക്ടർ മനോജ് തെറ്റയിൽ, ഡോക്ടർ അനൂപ് ജിയോ ജോസ്, ഡോക്ടർ സാം എബ്രഹാം എന്നിവർ കള്ളിംഗ് നടപടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുൻസാഫറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബിക് അധ്യാപകനും ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയുള്ള പ്രതി 7ഓളം ആൺകുട്ടികളെയാണ് പീഡനത്തിനിരയാക്കിയത്. കുട്ടികൾ പരാതി നൽകിയതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് പ്രതിയെ വിദ്യാലയത്തിൽ നിന്നും പുറത്താക്കി. കുട്ടികൾ ചൈൽഡ് ലൈനിൽ അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ കുന്നംകുളം പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുനേർകുളം ചമ്മന്നൂർ മാഞ്ചിറ പാലത്തിന്റെ അരികിടിഞ്ഞതിനെ തുടർന്ന് വടുതല ആറ്റുപുറം PWD റോഡിൽ ഭാഗികമായി വാഹന ഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്കില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മാഞ്ചിറ പാലത്തിന്റെ തെക്ക് ഭാഗം ഇടിഞ്ഞത്. ആഴ്ചകൾക്ക് മുൻപ് പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. 9 വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് ഉയർത്തി നിർമ്മാണം നടത്തിയത്. പഴയ പാലത്തിന്റെ മുകളിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ടാർ ചെയ്തത്. അന്ന് തന്നെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത നാട്ടുകാർ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ പാലം നിർമ്മിക്കും എന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. പാലം തകർന്നതോടെ സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും നിലം പൊത്തി. ഈ സമയത്ത് വാഹനങ്ങൾ പോകാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. PWD പാലം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചായിരുന്നു വാഹനങ്ങൾ കടന്നുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നിലവിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെയാണ് വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. നിയന്ത്രണത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൊച്ചന്നൂരിൽ നിന്ന് തിരിഞ്ഞു പോകണം. ആറ്റുപുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വടക്കേക്കാട് വഴി തിരിഞ്ഞ് കൊച്ചന്നൂർ വഴിയും പോകണമെന്ന് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നിയന്ത്രണം പ്രാവർത്തികമായതോടെ ഇന്ന് നിരവധി സ്കൂൾ കുട്ടികളാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായത്. കുന്നംകുളത്തേക്ക് പോകുന്ന പ്രധാന റോഡ് കൂടിയാണ് പാറേമ്പാടം ആറ്റുപുറം റോഡ്. പാലം നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമാന്തരമായി റോഡ് നിർമ്മിച്ച് കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത കൂടിയാണ് കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുന്നതെന്ന് സുനിൽ പി ഇളയിടം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിയുടെ പേര് മാറ്റുന്നത് വാസ്തവത്തിൽ അതൊരു ഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്ന പ്രതീക തലത്തിൽ മാത്രമല്ല, ആ പദ്ധതിയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു നയപരിപാടി അതിനു പിന്നിലുണ്ട്. അതിന്റെ പ്രതീകപരമായ ഉള്ളടക്കം പോലെ തന്നെ സാമൂഹ്യതലത്തിൽ വരുന്ന മാറ്റവും പ്രാധാന്യത്തോടെ കാണണം. നിർബന്ധിതമായ 100 ദിവസം എന്നത് ആപേക്ഷികമായി തീരുകയും 125 ദിവസം വരെ ആകാം എന്ന് പറയുകയും ആ ഉത്തരവാദിത്തം 40% സംസ്ഥാനങ്ങളിലേക്ക് കൈമാറുകയുമെല്ലാം ചെയ്യുന്നത് വഴി പദ്ധതിയുടെ അടിസ്ഥാനപരമായ ആന്തരിക മൂല്യത്തെയും പ്രവർത്തനശേഷിയെയും ഇല്ലാതാക്കുന്ന പരിപാടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മുതൽ പടിപടിയായി പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഫണ്ട് വെട്ടിക്കുറയ്ക്കുക, 100 ദിവസം എന്നുള്ളത് 40-50 ദിവസം എന്നുള്ളതിലേക്ക് ചുരുക്കുക എന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായും റദ്ദാക്കുന്ന നിലയിലേക്ക് എത്തുന്നു എന്നും സുനിൽ കൂട്ടിച്ചേർത്തു. വാസ്തവത്തിൽ അതൊരു ഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്ന പ്രതീക തലത്തിൽ മാത്രമല്ല, ഒന്ന് ആ പദ്ധതിയെ പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു നയപരിപാടി അതിൻ്റെ പിന്നിലുണ്ട്. അതായത് നിർബന്ധിതമായ 100 ദിവസം എന്നത് ആപേക്ഷികമായി തീരുകയും അതിപ്പോൾ തുടങ്ങിയതല്ല, 2014 മുതൽ പടിപടിയായി ആ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക, 100 ദിവസം എന്നുള്ളത് 40-50 ദിവസങ്ങളിലേക്ക് ചുരുക്കുക, ഇതൊക്കെ മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അത് പൂർണ്ണമായിട്ടും റദ്ദാകുന്ന നിലയിലേക്ക് എത്തുന്നു. ആ പ്രക്രിയയുടെ തുടർച്ചയിലാണ് ഗാന്ധിയുടെ പേര് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്നത്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പേരിലുള്ള പല പദ്ധതികളും പേര് മാറ്റിയിട്ടുണ്ട്. നെഹ്റുവിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്നുള്ളത് ആദ്യത്തെ ഒരു സംഭവമായിരിക്കും. മതനിരപേക്ഷമായ കീഴ്ത്തട്ട് ജനാധിപത്യത്തിന്റെ ഗ്രാമജീവിതത്തിന്റേതായ അടിസ്ഥാന മൂല്യങ്ങളെയാണ് നിഷേധിക്കുന്നത്. ഗ്രാമജനതയാണ് ഇന്ത്യൻ ജീവിതത്തിന്റെ ആധാരം എന്ന അടിസ്ഥാന സങ്കല്പ തലത്തിലും നടത്തുന്ന നിരാകരണമാണത്. വർഗീയതയുടെ ഒരു രാഷ്ട്രീയ യുക്തിയെ അവർ പദ്ധതിയിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടത്തുന്നതെന്നും സുനിൽ പി ഇളയിടം കൂട്ടിച്ചേർത്തു. ഗാന്ധിയുടെ വരവോടെയാണ് വാസ്തവത്തിൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഫ്രെയിംവർക്കിൽ നിന്ന് അത് വഴിതിരിയുകയും ഒരു സെക്യുലർ നാഷണലിസത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരുകയും ചെയ്തത്. അതായത് ഇന്ത്യ എന്നുള്ളൊരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ തന്നെ നിരാകരണമാണ് ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുക വഴി സംഭവിക്കുന്നത്. ഗാന്ധി ഇന്ത്യയെ സംബന്ധിച്ച് വെറും ഒരു പേരല്ല, സെക്യുലർ നാഷണലിസം എന്നതിൻ്റെ ഒരു കൺസോളിഡേഷൻ, അതിൻ്റെ ഒരു സാന്ദ്രസ്ഥാനമാണ് ഗാന്ധി. രണ്ട് നിലയിലും ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുന്നു എന്ന പ്രതീകാത്മക തലത്തിലും ഗ്രാമജനതയാണ് ഇന്ത്യൻ ജീവിതത്തിൻ്റെ ആധാരമെന്ന അതിൻ്റെ അടിസ്ഥാന സങ്കല്പത്തിൻ്റെ തലത്തിലും നടത്തുന്ന ഒരു നിരാകരണമാണ്. അത് ഈ പറയുന്ന വർഗീയതയുടെ ഒരു രാഷ്ട്രീയ യുക്തിയെ ഒരു പദ്ധതിയിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ബോധപൂർവം തന്നെയായ ഒരു ശ്രമമായിട്ട്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ബസ് കണ്ടക്ടറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന PVT ബസ്സിലെ കണ്ടക്ടർ തിറ്റൂർ സ്വദേശി 40 വയസ്സുള്ള അനൂപാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒക്ടോബർ 14-നാണ് സംഭവമുണ്ടായത്. മങ്ങാട് നിന്ന് വടക്കാഞ്ചേരിയിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടക്ടർ യുവതിയോട് മോശമായി പെരുമാറിയെന്നും ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് പരാതി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒരുമനയൂരിൽ ലഹരി ഉപയോഗം പോലീസിൽ അറിയിച്ചതിനുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുത്തമ്മാവ് സ്വദേശികളായ തേർവീട്ടിൽ ശ്രീരാഗ്, അടിയാര വീട്ടിൽ പ്രജിത്ത് എന്നിവരെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി പതിയാരത്ത് കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചാവക്കാട് ഇരിങ്ങപ്പുറം സ്വദേശി രാമനത്ത് വീട്ടിൽ 51 വയസ്സുള്ള ജലീലാണ് മരിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായി മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള ബന്ധുവീട്ടിൽ ഇന്നലെ എത്തിയതായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. പതിയാരം പുത്തൻകുളത്തിൽ കുളിക്കുവാൻ ഇറങ്ങിയതായിരുന്നു. മറുകരയിലേക്ക് നീന്തുന്നതിനിടയിൽ ശരീരം കുഴഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാദ്യകലാ പ്രമുഖൻ പെരിങ്ങോട് മതുപ്പുള്ളി സ്വദേശി പേരടിപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ചെണ്ടയിലും മദ്ദളം, താളം എന്നിവയിൽ മികവ് പുലർത്തിയിരുന്ന ഉണ്ണികൃഷ്ണൻ പഞ്ചവാദ്യത്തിൽ മദ്ദള രംഗത്താണ് തിളങ്ങിയത്. വൈദ്യുതി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം വാദ്യകലാരംഗത്ത് സജീവമായിരുന്നു. ചെണ്ടയിലും താളത്തിലും മദ്ദളത്തിലും ഒരേ സമയം കഴിവ് പ്രകടിപ്പിച്ച അപൂർവം കലാകാരന്മാരിൽ പ്രമുഖനായ ഉണ്ണികൃഷ്ണൻ വിവിധ പഞ്ചവാദ്യ സംഘത്തോടൊപ്പം ഉത്സവവേദികളിൽ തിളങ്ങി. തൃശൂർ ചേലക്കര മാധവൻകുട്ടിയുടെ പഞ്ചവാദ്യ സംഘത്തോടൊപ്പം
സംഘം മഹാരാഷ്ട്രയിൽ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ച് മടങ്ങുന്നതിനിടെ ട്രെയിനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതേ ട്രെയിനിൽ ഗുജറാത്തിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന വാദ്യസംഘത്തിലെ മലയാളി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മുംബൈ പനവേൽ മലയാളി സമാജം പ്രവർത്തകരും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റെയിൽവേ പോലീസും ആരോഗ്യവകുപ്പിന്റെയും സഹായത്തോടെ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ആംബുലൻസിൽ നാട്ടിലെത്തിച്ചു. സംസ്കാരം പള്ളം ശാന്തി തീരത്ത് നടത്തി. വാദ്യകലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് ആശാവർക്കർ കുമാരിയാണ് ഭാര്യ. ദേവി കൃഷ്ണ, മീര കൃഷ്ണ എന്നിവർ മക്കളാണ്. ആധുനിക നിരീക്ഷണ ക്യാമറ വെച്ചിട്ടും ഫലമുണ്ടായില്ല. കടവല്ലൂർ പാടശേഖരത്തിൽ വീണ്ടും മാംസാവശിഷ്ടങ്ങൾ തള്ളി. ക്യാമറ പരിശോധിച്ച് സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്ന ആവശ്യം പഞ്ചായത്ത് അധികൃതർ പരിഗണിച്ചില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മാലിന്യം തള്ളൽ മൂലം കടവല്ലൂർ പാടത്തെ നെൽകൃഷി നശിക്കാൻ തുടങ്ങിയതോടെയാണ് 3 ലക്ഷം രൂപ ചെലവിട്ട് ക്യാമറ സ്ഥാപിച്ചത്. വിവിധ വകുപ്പുകളെ സമീപിച്ച് ഫലമില്ലാതെ വന്നതോടെ കളക്ടർക്ക് പരാതി നൽകിയാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള ഉത്തരവ് കർഷകർ നേടിയെടുത്തത്. ക്യാമറയുടെ നിയന്ത്രണം പഞ്ചായത്ത് ഓഫീസിലാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെയില്ല. പോലീസ് സ്റ്റേഷനിൽ ഇവ നിയന്ത്രിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതും നടപ്പായില്ല. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ക്രിസ്മസ് കരോൾ റോഡ് ഷോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുജനനത്തിന്റെ പ്രകാശം എന്നർത്ഥം വരുന്ന നുഹ്റുദോ യെൽദോ എന്ന പേരിൽ ഞായറാഴ്ചയാണ് ക്രിസ്മസ് കരോൾ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പോലീത്ത ഫ്ളാഗ് ഓഫ് ചെയ്യും. DJ ലൈറ്റ്, കുതിരവണ്ടി, ക്രിസ്മസ് ഡോളുകൾ, മാലാഖമാർ, LED മുത്തുകുടകൾ, ബാൻഡ് സെറ്റ്, ഫ്ളാഷ് മോബ്, ടേബ്ലോ, പാപ്പാ സംഘം, മർത്ത മറിയം, വനിതാ സമാജത്തിന്റെ മാർഗംകളി, യൂത്ത് അസോസിയേഷൻ, സൺഡേ സ്കൂൾ കുട്ടികൾ എന്നിവരുടെ വൈവിധ്യമാർന്ന പരിപാടികൾ എന്നിവ റോഡ് ഷോയുടെ ഭാഗമായി നടക്കും. പള്ളിക്ക് കീഴിലുള്ള 11ഓളം കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വിശ്വാസികളും പങ്കെടുക്കും. ഇടവകയിലെ MPPM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പള്ളിയിൽ ഒരുക്കിയ 40 അടി ഉയരമുള്ള വലിയ ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടനവും ഞായറാഴ്ച വൈകിട്ട് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള കടവല്ലൂർ വട്ടമാവ് മൈതാനം നവീകരിക്കാൻ പദ്ധതിയായെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാൻ സാധിക്കാതെ അധികൃതർ. 2 വീട്ടുകാർ മൈതാനത്തിന്റെ ഭാഗമായ സ്ഥലം കയ്യേറി താമസിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. മൈതാനത്തിന്റെ നവീകരണം വൈകിയപ്പോൾ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ കൊരട്ടിക്കര പട്ടിയാംപുള്ളി ധനീഷ് മന്ത്രി V. അബ്ദുറഹ്മാന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകി. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇവർ ഒഴിഞ്ഞു പോയിട്ടില്ല. പൊതുസ്ഥലത്ത് താമസിക്കുന്നവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ വസ്തുവും വീടും ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ വർഷങ്ങളായി താമസിക്കുന്ന ഈ സ്ഥലം തങ്ങൾക്ക് പതിച്ചു നൽകണമെന്നാണ് ഇവരുടെ അവകാശവാദം. കടവല്ലൂർ കല്ലുംപുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച അപകടം. കല്ലുംപുറം ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ 11:40 അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ ചാലിശ്ശേരി റോഡിലേക്ക് തിരിയുമ്പോൾ ചങ്ങരംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട് ഒരു കാർ ചാലിശ്ശേരി ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും ചെയ്തു. ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിലെ യാത്രക്കാരായ കരിക്കാട് സ്വദേശികളായ 3 യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സ്ഥിരം അപകട മേഖലയായി മാറുന്ന കല്ലുംപുറം ജംഗ്ഷനിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനാവശ്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പുന്ന സബ്സ്റ്റേഷന് സമീപം KSEB ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ് 2 മയിലുകൾ ചത്തു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. ട്രാൻസ്ഫോമറിലേക്ക് പറന്ന മയിൽ ഉടൻ തന്നെ ഷോക്കേറ്റ് കമ്പിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒരെണ്ണം താഴെ വീണു. ഉടൻ തന്നെ KSEBയെ വിവരമറിയിച്ച് വൈദ്യുതി ഓഫ് ചെയ്തു. ജീവനുണ്ടായിരുന്ന മയിലുകളെ രക്ഷിക്കുവാനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും വിഫലമായി. തുടർന്ന് KSEB ജീവനക്കാർ, സിവിൽ ഡിഫൻസ് അംഗം പ്രബീഷ് ഗുരുവായൂർ എന്നിവർ സ്ഥലത്തെത്തി മയിലിനെ താഴെയിറക്കി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. കൊച്ചി മറൈൻ ഡ്രൈവിൽ പുല്ലാങ്കുഴലിൽ പാട്ടുപാടി നടന്ന പിന്നീട് വലിയ ചാനൽ ഷോകളിലേക്കും കൊച്ചിയിലെ ആർഭാട ഹോട്ടലായ ലെമർഡിയന്റെ വേദിയിലേക്കും സംഗീതവുമായി നടന്നു കയറിയ പ്രകാശ് പോന്നോർ എന്ന പുല്ലാങ്കുഴൽ വാദകനായ ഗായകൻ ആദ്യമായി പാടുന്ന സംഗീതാൽബത്തിന്റെ പ്രകാശനം നടന്നു. മുഴുവൻ സമയവും സംഗീതവുമായി ജീവിക്കാൻ തീരുമാനിച്ച് നാട്ടിലുണ്ടായിരുന്ന ചെറിയ ബിസിനസ്സുകൾ മറ്റു പലരെയും ഏൽപ്പിച്ച് പെട്ടെന്നൊരു ദിവസം തന്റെ പ്രിയപ്പെട്ട സംഗീത ഉപകരണമായ പുല്ലാങ്കുഴലുകളുമായി പ്രകാശൻ കൊച്ചിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. കൈപ്പറമ്പ് പോന്നൂർ സ്വദേശിയായ പ്രകാശൻ എന്ന കലാകാരൻ
കൊച്ചി മറൈൻ ഡ്രൈവിൽ ദിവസവും തന്റെ പാട്ടുകളുമായി ആസ്വാദകരെ ആകർഷിച്ചു വരുന്നതിനിടെ സോഷ്യൽ മീഡിയകളും പിന്നീട് ചാനൽ ഷോകളും ഈ കലാകാരനെ ഏറ്റെടുക്കുകയായിരുന്നു. പ്രകാശനിലെ കലാപ്രതിഭ തിരിച്ചറിഞ്ഞ ഷെഫ് സുരേഷ് പിള്ള വഴി ലേമെർഡിയൻ എന്ന ആർഭാട റെസ്റ്റോറന്റുകളിലെ സ്ഥിരം പാട്ടുകാരനായും അദ്ദേഹം മാറുകയായിരുന്നു. സുനിൽ ചൂണ്ടൽ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് ശ്രീനു പെരുമ്പിലാവ് പശ്ചാത്തല സംഗീതമൊരുക്കി ഈ ശബരിമല സീസണിൽ പുറത്തിറക്കുന്ന ആൽബമാണ് പ്രകാശന്റെ ശബ്ദത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രകാശൻ തന്നെയാണ് ആൽബത്തിൽ അഭിനേതാവായി പ്രത്യക്ഷപ്പെടുന്നതും. പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരനും പ്രകാശന്റെ ഗുരുനാഥനുമായ ചിത്രാമ്പരി ശിവദാസൻ മാസ്റ്ററാണ് ആൽബത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത്. കൃഷ്ണദാസ് ചിത്രാമ്പരി, ലത ഗുരുവായൂർ, കണ്ണൻ തുരുത്ത്, രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ, ബിനേഷ് ചൊവ്വനൂർ, മിഥുൻ പ്രണവം തുടങ്ങിയ കലാകാരന്മാരും ആൽബത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വാർഡിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് പച്ചക്കറി തൈകൾ നൽകി നിയുക്ത മെമ്പർ CV ധനേഷ്. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറാണ് ധനേഷ്. നിയുക്ത ബ്ലോക്ക് മെമ്പർ KJ ചാക്കോ, UDF വാർഡ് നേതാക്കളായ ശ്യാം സുന്ദർ, ജോബി ആളൂർ, അശ്വിൻ ചാക്കോ, വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. പാലയൂർ ഫൊറോനയിലെ വാഴപ്പള്ളി തറവാട് കൂട്ടായ്മയുടെ പ്രഥമ സംഗമം ഡിസംബർ 21 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർത്താറ്റ് ഹോളി ക്രോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സംഗമം. രാവിലെ 5 മണിക്ക് രജിസ്ട്രേഷനോട് കൂടിയാണ് സംഗമത്തിന് തുടക്കമാവുക. 9:30 ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി സീനിയർ മുഖ്യ കാർമ്മികനായി ദിവ്യബലി നടക്കും. ഡോക്ടർ ട്വിങ്കിൾ വാഴപ്പള്ളി സന്ദേശം നൽകും. വൈദികരായ സൈജൻ വാഴപ്പള്ളി, ബിൽജു വാഴപ്പള്ളി, ടോണി വാഴപ്പള്ളി, ഫ്രെജോ വാഴപ്പള്ളി, ജിബി വാഴപ്പള്ളി എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികരാകും. 10:30 വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് ആനയിക്കും. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റ്സ് മാർ ബോസ്കോ പുത്തൂർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി അധ്യക്ഷനാകും. തറവാട് കൂട്ടായ്മ സെക്രട്ടറി VT തോബിയാസ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ട്രഷറർ V ജോഷി പോൾ കണക്കവതരണവും നടത്തും. ലോഗോ, സുവനീർ കവർ എന്നിവയുടെ പ്രകാശനം മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കും. പാലയൂർ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആദരച്ചടങ്ങ്, വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്ക് ശേഷം സ്നേഹവിരുന്നോടെ തറവാട്ട് കൂട്ടായ്മ സംഗമത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ഫ്രാൻസിസ് വാഴപ്പള്ളി, VD ജോഷി മാസ്റ്റർ, VK വിൽസൺ, VJ വിനു, ബോസ് വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന അശാസ്ത്രീയമായ ദിശാ ബോർഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് SDPI മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് ബോർഡുകളിൽ മാറ്റം വരുത്തണമെന്നും സബ് ഇൻസ്പെക്ടർ സജിത്തിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഗുരുവായൂർ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി TM ഷെഫീദ്, മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, ബേബി റോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് റഫീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ചാവക്കാട് പോലീസിന് സ്നേഹോപഹാരം കൈമാറി. ഗുരുപാദപുരി ശ്രീ അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തത്വമസി ഗൾഫ് നടത്തിയ 20ാമത് ദേശവിളക്ക് മഹോത്സവത്തിന് ആവശ്യമായ പിന്തുണ നൽകിയതിനാണ് പോലീസിന് ഉപഹാരം സമ്മാനിച്ചത്. ഗുരുപാദപുരി അയ്യപ്പസ്വാമി സേവാ സംഘം ചെയർമാൻ ഡോക്ടർ PV മധുസൂദനനും തത്വമസി ഗൾഫ് സ്ഥാപകൻ ബിനീഷ് രാജ് നെടിയടത്തും ചേർന്ന് ചാവക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിമലിന് ഉപഹാരം കൈമാറി. ചടങ്ങിൽ കൺവീനർ NV മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം NK സിദ്ധാർത്ഥൻ, പോലീസ് സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,330 രൂപ, പവന് 98,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം കാട്ടുകാമ്പാൽ സ്രായിൽ പൂഴിക്കുന്നത്ത് പരേതനായ അപ്പുക്കുട്ടൻ മകൻ ലോഹിതാക്ഷൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 നടത്തും. വനജയാണ് ഭാര്യ. നിഖിൽ, നിതിൻ, നിമിയ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തിയത്.
പുന്നേർകുളം ചമ്മന്നൂർ മാഞ്ചിറ പാലത്തിന്റെ അരികിടിഞ്ഞതിനെ തുടർന്ന് വടുതല ആറ്റുംപുറം PWD റോഡിൽ ഭാഗികമായി വാഹന ഗതാഗതം നിരോധിച്ചതായി അധികൃതർ. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്കില്ല. വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വാണിയമ്പലം മടച്ചേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുൻസാഫറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബിക് അധ്യാപകനും ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയിലുമുള്ള പ്രതി 7ഓളം ആൺകുട്ടികളെയാണ് പീഡനത്തിനിരയാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.